Hello, dear students. Today we are going to discuss a new topic, food hygiene. ഫുഡ് ഹൈജീൻ എന്നുള്ള ടോപ്പിക്ക് നമ്മൾ മുമ്പ് പഠിച്ച ലാസ്റ്റ് ക്ലാസ് വരെ പഠിച്ച ഹൈജീൻ എന്ന ടോപ്പിക്കിനോട് സിമിലർ തന്നെയാണ്. നമ്മുടെ ഹൈജീനിൽ നമ്മൾ ഫുഡ് ഹൈജീനിൽ ഒരു ചെറിയൊരു പോർഷനൊക്കെ പറഞ്ഞിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഈ ഒരു ടോപ്പിക്കിൽ. ഫസ്റ്റ് അതിൻ്റെ ഡെഫിനിഷനാണ് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ഒരു ഉണ്ടാക്കിയ ഡെഫിനിഷനാണ്. ഓൾ കണ്ടീഷൻസ് ആൻഡ് മെഷേഴ്സ് നെസസറി ടു എൻഷുർ ദ സേഫ്റ്റി ആൻഡ് suitability of food at all stages of the food chain. Okay, all conditions and measures necessary to ensure the safety and suitability of food at all stages of the food chain. ഇപ്പോൾ ഫുഡ് ഹൈജീൻ എന്ന് പറയുമ്പോൾ ഫുഡിൻ്റെ ഫസ്റ്റ് അതിൻ്റെ കളക്ഷൻ, അതിൻ്റെ മെറ്റീരിയൽ കളക്ഷൻ, പിന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ, ഓക്കെ, അതിൻ്റെ സെർവിങ്, പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇതെല്ലാം കൂടി വരുന്നതാണ് ഫുഡ് ഹൈജീൻ. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ്, അതിൻ്റെ കൈകാര്യം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ അതുപോലെ തന്നെ ഫുഡ് ബോൺ ഡിസീസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഫുഡ് ബോൺ ഡിസീസസ് ആൻഡ് ഓൾസോ ഫുഡ് പോയിസണിങ്. ഫുഡ് പോയിസണിങ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ റീസൺ. ഓക്കെ, പിന്നെ ഫുഡ് അഡൾട്രേഷൻ, ഇത്തരം ടോപ്പിക്കുകളൊക്കെയാണ് നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഫുഡ് ഹൈജീനിൽ നമ്മൾ പഠിക്കുന്നത് മിൽക്ക് ഹൈജീനാണ്. മിൽക്ക് ഹൈജീൻ. ഓക്കെ, അപ്പോൾ മിൽക്ക് നമുക്കറിയാം എവിടെ നിന്നാണ് പാല് നമുക്ക് കിട്ടുന്നത്. പശു, ആട്, എരുമ. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ പാല് കളക്ട് ചെയ്യുന്ന സമയത്ത് ആ കളക്ടർ വഴിയായിട്ടോ വേറെ ഏതെങ്കിലും വിധത്തിലൊക്കെ ഇതിൽ കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഹൈജീനിക് ആയിട്ടുള്ളൊരു കണ്ടീഷൻ പാലിക്കണം, അതല്ലെങ്കിൽ ഡിസീസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ മിൽക്ക് ഈസ് കണ്ടാമിനേറ്റഡ് ഡ്യൂറിങ് മിൽക്കിംഗ്. മിൽക്കിംഗ് ആണ് താഴെ കാണുന്നത്, നമുക്ക് ആ പിക്ചറിൽ കാണുന്ന മിൽക്കിംഗ് പ്രോസസ്സാണ്. കൂളിംഗ് ആൻഡ് സ്റ്റോറേജ്. ഓക്കെ, അപ്പം മിൽക്കിംഗ് സമയത്ത്, കൂളിംഗ് സമയത്ത്, സ്റ്റോറേജ് സമയത്തൊക്കെ കണ്ടാമിനേഷന് ചാൻസ് ഉണ്ട്. ഓക്കെ, മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടൊരു സമ്പൂർണ്ണ ആഹാരമാണ്. നമുക്ക് മാത്രമല്ല, ബാക്ടീരിയയ്ക്ക്, ഈസ്റ്റിന്, മോൾഡ്സിന്. ഓക്കെ, ഇറ്റ്സ് എ എക്സലൻറ്റ് മീഡിയം ഫോർ ദ ഗ്രോത്ത് ആൻഡ് സർവൈവൽ ഓഫ് ഓൾ ദീസ് ഓർഗാനിസം, മൈക്രോ ഓർഗാനിസം. ബാക്ടീരിയയ്ക്ക്, ഈസ്റ്റിന്, മോൾഡിനൊക്കെ ഇത് അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് മിൽക്ക്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് അത് ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, സോ വെറൈറ്റി ഓഫ് ഡിസീസ് ഏജൻറ്റ്സ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ മിൽക്ക്. സോ മിൽക്ക് ഈസ് എ വെരി ഗുഡ് ഏജൻറ്റ് ഫോർ ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. Contamination of milk take place by 3 main sources. ഏതൊക്കെയാണ് 3 മെയിൻ സോഴ്സസ് ഓഫ് കണ്ടാമിനേഷൻ? മിൽക്ക് കണ്ടാമിനേഷൻ നടക്കുന്നതിൻ്റെ 3 മെയിൻ സോഴ്സസിൽ നമ്പർ 1 ആ അനിമൽ തന്നെയാണ്. ഇപ്പോൾ കൗ ആണെങ്കിൽ കൗ, ഗോട്ടാണെങ്കിൽ ഗോട്ട്, ആ അനിമൽ തന്നെയാണ് ദ ഡയറി അനിമൽ. ഓക്കെ, കണ്ടാമിനേഷൻ ഉണ്ടാകുന്നത് ഡയറി അനിമൽ വഴിയായിട്ട് കണ്ടാമിനേഷൻ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാകുന്ന അവരിൽ വരുന്നൊരു ബാക്ടീരിയ പേരാണ് ട്യൂബർക്കിൾ ബാസിലി. ഇനി അത് ഹാൻഡിൽ ചെയ്യുന്ന ആ വ്യക്തിയിൽ നിന്നുണ്ടാവും, ഹ്യൂമൺ ഹാൻഡ്ലറിൽ നിന്നുണ്ടാവാം. അതിനൊരു എക്സാമ്പിളാണ് ടൈഫോയിഡ് ബാസിലി. ഓക്കെ, പിന്നെ എൻവയോൺമെൻറ്റിൽ നിന്നുണ്ടാവാം. അപ്പോൾ ആ ഓർഗാനിസം, ഹ്യൂമൻ ബീയിങ്, അതല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഉണ്ടാവുന്നതിന് എക്സാമ്പിളാണ് ഏതാ ഒരു വൃത്തിയില്ലാത്ത സ്ഥലത്ത് പോയിരിക്കുക, വൃത്തിയില്ലാത്ത പാത്രങ്ങൾ ഉപയോഗിക്കുക, ത്രൂ കണ്ടാമിനേറ്റഡ് വെസൽ, പൊല്യൂട്ടഡ് വാട്ടർ, ഡസ്റ്റ് ആൻഡ് ഫ്ലൈസ്. ഓക്കെ, അപ്പോൾ ആ എൻവയോൺമെൻറ്റ് വളരെ സേഫ് അല്ലാത്തൊരു എൻവയോൺമെൻറ്റിൽ ഈ മിൽക്കിംഗ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയും കണ്ടാമിനേഷൻ ഉണ്ടാവാം. ഓക്കെ, സോ കണ്ടാമിനേഷൻ ബൈ 3 മെയിൻ സോഴ്സസ്. ഇനി കുറച്ച് മിൽക്ക് ബോൺ ഡിസീസുകൾ പരിചയപ്പെടാം. മിൽക്ക് ബോൺ ഡിസീസുകൾ. ജോയിൻ FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, they classified milk-borne diseases as follows. ഓക്കെ, അതിൽ ഇൻഫെക്ഷൻ ഓഫ് അനിമൽ, ഇപ്പോൾ കൗവിലോ ഗോട്ടിലോ ഒക്കെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ടു മാൻ, നമ്മളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതിൽ പ്രൈമറി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഡിസീസുകൾ കൊടുത്തിട്ടുണ്ട്.
ലെസർ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഡിസീസുകൾ കൊടുത്തിട്ടുണ്ട്. ട്യൂബർക്കുലോസിസ്, ബ്രൂസലോസിസ്, സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ അങ്ങനെ. ഓക്കെ, ലെസർ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കൗപോക്സ്, ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, ആന്ത്രാക്സ്. അപ്പോൾ ഇത് രണ്ടിലും കുറച്ച് എക്സാമ്പിൾ നിങ്ങൾ പഠിച്ച് വയ്ക്കുക, എക്സാമിന് ചോദിക്കുമ്പോൾ എഴുതുക. ഓക്കെ, മിൽക്ക് ബോൺ ഡിസീസിൽ ഇൻഫെക്ഷൻ ഓഫ് അനിമൽ ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ടു മാൻ. ഓക്കെ, അനിമലിൽ നിന്ന് മാനിലേക്ക് വരുന്ന പ്രൈമറി ഇമ്പോർട്ടൻസ് ഉള്ള ഡിസീസുകളുണ്ട്, ലെസർ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഡിസീസുകളുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2-3 പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് കാറ്റഗറിയാണ് ഇൻഫെക്ഷൻ പ്രൈമറി ടു മാൻ. ഓക്കെ, ആ ഹ്യൂമൻ ഹാൻഡ്ലർക്ക് തന്നെ ഡിസീസ് വരിക, അത് മിൽക്ക് വഴിയായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യത ഉള്ളത്. ഓക്കെ, ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ മിൽക്ക്. ടൈഫോയിഡ് ആൻഡ് പാരാടൈഫോയിഡ് ഫീവേഴ്സ്, ഷിജല്ലോസിസ്, കോളറ. ഓക്കെ, അങ്ങനത്തെ ഡിസീസുകളൊക്കെ. എൻഡ്രോപാത്തോജനിക് എസ്തീരിഷ്യ കൊളൈ, ഡയറിയൽ ഡിസീസസ്, നോൺ ഡയറിയൽ ഡിസീസസ്, ഇത്തരം ഡിസീസുകളൊക്കെ ആ ഒരു ഹ്യൂമൻ ഹാൻഡ്ലർക്ക് വന്നിട്ട് മറ്റുള്ളവർക്ക് ആ മിൽക്കിലൂടെ സ്പ്രെഡ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് വരാൻ സാധ്യത ഉള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഈ മിൽക്ക് കേട് വരാതെ ഈ ഹൈജീനിക് ആയിട്ട് ക്ലീൻ ആയിട്ട് എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം, ക്ലീൻ ആൻഡ് സേഫ് മിൽക്ക്. അങ്ങനെ മിൽക്കിനെ ക്ലീൻ ആയിട്ട് സേഫായിട്ട് കൈകാര്യം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫോളോയിങ് പ്രാക്ടീസസ് വിൽ ഹെൽപ്പ് ടു കീപ് ദ മിൽക്ക് ഫ്രീ ഫ്രം ബീങ് എ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. നമ്പർ 1, അനിമൽ, ആ ഓർഗാനിസം, ആ അനിമലിനെ, പശു, ആട്, അവരെന്ത് ചെയ്യണം? ദേ ഷുഡ് ബി ഹെൽത്തി ആൻഡ് ക്ലീൻ. ഓക്കെ, ചില സ്ഥലത്തൊക്കെ ചില വീടുകളിലൊക്കെ കാണാം ആകെ ചാണകമൊക്കെ പറ്റി ഒരു വൃത്തിയില്ലാത്ത കോലത്തിലായിരിക്കും പശുവൊക്കെ നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, അവരെ കൃത്യമായി വൃത്തിയും വെടുപ്പിലും അവരെ കീപ്പ് ചെയ്യണം. ഓക്കെ, പിന്നെ അതിന് ചുറ്റുമുള്ള പ്രിമിസസ്, ഒരു തൊഴുത്തുണ്ടായാൽ പിന്നെ ആ പരിസരത്ത് ഒരാൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ചില സ്ഥലത്തൊക്കെ. ഒരു വൃത്തിയും വെടുപ്പൊന്നും ഇല്ലാതെ ഈച്ചകളൊക്കെ ഇങ്ങനെ വന്ന് വൃത്തികേടായിട്ട് നിൽക്കുന്ന സ്ഥലമായിരിക്കും. അങ്ങനെ ആവരുത്. പ്രിമിസസ് ഷുഡ് ബി ക്ലീൻ. മിൽക്ക് വെസൽ എന്ത് ചെയ്യണം? മസ്റ്റ് ബി സ്റ്റീറൈൽ ആൻഡ് കെപ്റ്റ് കവേർഡ്. ഇതൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ചെയ്യുന്നുണ്ടാവില്ല. ഇതിനൊക്കെ പാല് എടുക്കുന്ന പാത്രമൊക്കെ എന്ത് ചെയ്യുന്ന പറയുന്നത് സ്റ്റീറിലൈസ് ചെയ്യണം. വെള്ളത്തിലോ ചൂടുവെള്ളത്തിലോ ഒക്കെ ഇട്ടിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ കവർ ചെയ്ത് വെക്കണം. നമ്മുടെ നാട്ടിലൊക്കെ അത് എടുക്കുന്നു, പാല് മാറ്റുന്നു, കഴുകുന്നു. ഓക്കെ, ഇപ്പോൾ ഈ സൊസൈറ്റി പാലൊക്കെ അവർ ഒഴിക്കാൻ വേണ്ടിയിട്ടൊരു ബേസൻ പോലൊരു സാധനം ഉണ്ടാവും. അതിലേക്ക് പാല് അളന്നൊഴിക്കുമ്പോൾ അതിൽ ബാക്കി വരുന്ന പാലും അടുത്ത ആൾക്ക് പിന്നീട് വരുന്ന ആൾക്കാർക്ക് കൊടുക്കും. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകി വയ്ക്കും, അത്രേ ഉള്ളൂ. എല്ലാ പാത്രങ്ങളൊക്കെ അതിൽ വെച്ചിട്ടായിരിക്കും ഒഴിക്കുന്നുണ്ടാവും. സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. ബാക്കി വരുന്ന പാലും ഒഴിച്ചു കൊടുക്കും. നമ്മളൊന്നും മിണ്ടാതെ കൊണ്ടുപോകും. ദെൻ വാട്ടർ സപ്ലൈ മസ്റ്റ് ബി ബാക്ടീരിയോളജിക്കലി സേഫ്. ഓക്കെ, വാട്ടർ സപ്ലൈ ക്ലിയർ ആയിരിക്കണം. മിൽക്ക് ഹാൻഡ്ലർ എന്തായിരിക്കണം? മസ്റ്റ് ബി ഫ്രീ ഫ്രം കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഓക്കെ, യാതൊരു കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസും വരാത്ത ആളായിരിക്കണം. അപ്പോൾ നമ്മൾ ശരിക്കും പേടിക്കുന്നൊരു സമയമാണ് കൊറോണ ഒക്കെ. ഈ പത്രം വിതരണം ചെയ്യുന്നവരിൽ നിന്ന്, പാല് വിതരണം ചെയ്യുന്നവരിൽ നിന്നൊക്കെ കൊറോണ, ഗ്യാസൊക്കെ വീട്ടിൽ കൊണ്ടുവരുന്നവരിൽ നിന്ന്. പണ്ട് കൊറോണ 1, 2, 3, 4 കേസുള്ള സമയത്ത് ഇതൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ അത്ര പേടിയില്ല. സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര പേടിയായിരുന്നു. കൊണ്ടുവരുമ്പോൾ ഗ്യാസിൻ്റെ അതൊക്കെ കഴുകിയിട്ട് സോപ്പ് കൊണ്ടൊക്കെ തുടച്ചിട്ടാണ് എടുക്കേണ്ടത് ഇപ്പോഴും. പിന്നെ പാല് വിതരണക്കാരെന്ന് പുറത്ത് വാങ്ങി വെച്ച് അത് തുടച്ചിട്ട് വേണം, കഴുകിയിട്ടൊക്കെ വേണം എടുക്കാൻ. ഓക്കെ, മിൽക്കിംഗ് മെഷീൻ. ഓക്കെ, അപ്പോൾ മിൽക്കിംഗ് മെഷീൻ യൂസ് ചെയ്യാം. പിന്നെ മിൽക്ക് ഷുഡ് ബി കൂൾ ടു ബിലോ 10 degrees Celsius ആഫ്റ്റർ ഇറ്റ് ഈസ് ഡ്രോൺ. ഇതൊന്നും സാധാരണ ഇത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. 10 degree Celsius സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് പാല് എടുത്ത ശേഷം. അതല്ലെങ്കിൽ അത് കേടുവന്ന് പോകും നോർമലി. പിന്നെ ബോയിലിംഗ് ഓഫ് മിൽക്ക്. സാധാരണ പാല് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് പാല് കിട്ടിയുടനെ തന്നെ പാല് കാച്ചി വയ്ക്കാറുണ്ട്. ഓക്കെ, നമ്മുടെ വീടുകളിലൊക്കെ ഒരു 100 degree Celsius വരെ ചൂടാക്കിയിട്ട് നമ്മൾ തിളപ്പിച്ചിട്ട് പാല് എടുത്ത് വയ്ക്കുക ചെയ്യുക. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ പാല് ബോയിൽ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അത് കുറേ മൈക്രോ ഓർഗാനിസത്തിനും ബാക്ടീരിയ ഒക്കെ ചത്തുപോകുന്നുണ്ടെങ്കിലും യൂസ്ഫുൾ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ, ഓക്കെ, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ പോലുള്ള ചില യൂസ്ഫുൾ ബാക്ടീരിയ ഓൾസോ കിൽഡ് ബൈ
boiling of milk. And it also destroys vitamin C and B. വൈറ്റമിൻ നഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു കുക്ക് ടേസ്റ്റ് ഉണ്ടാവും, ടേസ്റ്റിന് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. പിന്നെ പ്രോട്ടീൻ കൊയാഗുലേറ്റ് ചെയ്യുന്നുണ്ട്. എൻസൈംസ് ആർ ഡിസ്ട്രോയിഡ്. ഓക്കെ, സോ സം യൂസ്ഫുൾ bacteria like lactic acid bacteria are destroyed, and destruction of vitamin C and B. Okay, and it provide a cooked taste because of burning of lactose, and some important proteins are coagulated and some enzymes are destroyed. These are the disadvantages of boiling of milk. മിൽക്ക് ബോയിൽ ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് മിൽക്ക് ബോയിൽ ചെയ്യാതെ ഈ രീതിയിൽ നമ്മൾ നോർമലായിട്ട് ബോയിലിംഗ് ഒഴിവാക്കി ഒരു സ്പെസിഫിക് ഒരു പർട്ടിക്കുലർ ടെക്നിക്ക് രൂപപ്പെടുത്തിയെടുത്താണ് പാസ്ചറൈസേഷൻ ടെക്നിക്ക്. ഓക്കെ, പാസ്ചറൈസേഷൻ അങ്ങനെ കാര്യമായ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ പാലിനെ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. പാസ്ചറൈസേഷൻ ഹാസ് ബീൻ ഡിഫൈൻഡ് ബൈ എൻ എക്സ്പെർട്ട് കമ്മിറ്റി ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇതിനെ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഹീറ്റ് ചെയ്ത് പിന്നെ കൂൾ ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു പ്രോസസ്സാണ് പാസ്ചറൈസേഷൻ. ദ ഹീറ്റിംഗ് ഓഫ് മിൽക്ക് ടു സച്ച് ടെമ്പറേച്ചർ ആൻഡ് ഫോർ സച്ച് പീരീഡ് ഓഫ് ടൈം as are required to destroy any pathogens that may be present while causing minimal changes in the composition, flavor and nutritive value. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒന്ന്, അതിലെ പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസം മസ്റ്റ് ബി ഡിസ്ട്രോയ്ഡ്. ഓക്കെ, ഡിസ്ട്രക്ഷൻ ഓഫ് പാത്തോജനിക് ബാക്ടീരിയ ലൈക്ക് ഓർഗാനിസംസ്. ഓക്കെ, ആൻഡ് there will not be a huge change in the composition, flavor and nutritive value. മിനിമം ചേഞ്ചസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിനെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അതിൻ്റെ കമ്പോസിഷനെ, ഫ്ലേവറിനെ, ന്യൂട്രിറ്റീവ് വാല്യൂനൊന്നും കാര്യമായ ചേഞ്ചുകൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന രീതിയിലാണ് പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടത്തുന്നത്. മെത്തേഡ്സ് ഓഫ് പാസ്ചറൈസേഷൻ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മെത്തേഡ്സ് ഓഫ് പാസ്ചറൈസേഷൻ, 3 methods are widely used. Number 1 is called Holder method. What method? Holder method. Okay. Here the milk is kept at 63 to 66 degrees Celsius. Okay, 63 to 66 degrees Celsius for at least 30 minutes. Okay, 30 മിനിറ്റ് കൃത്യമായി 63 മുതൽ 66 ഡിഗ്രി സെൽഷ്യസ് വരെ കൃത്യമായ ആ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ 30 മിനിറ്റ് വരെ, അത് 30 മിനിറ്റോളം, 30 മിനിറ്റിൽ കൂടുതൽ, മിനിമം 30 മിനിറ്റ് എന്ത് ചെയ്യുന്നു, അതിനെ ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, ബോയിലിങ്ങിലേക്ക് എത്തുന്നില്ല, അത്രമാത്രം അതിനെ ഹീറ്റ് ചെയ്യുന്നു. ദെൻ ക്വിക്ക്ലി കൂൾഡ് ടു 5 ഡിഗ്രി സെൽഷ്യസ്. 63-66 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ചെയ്തിട്ട് അതിനെ ഒറ്റയടിക്ക് എന്താക്കി മാറ്റുന്നു, 5 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവരുന്നു, കൂൾ ചെയ്യുന്നു അതിനുള്ള ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട്. ഓക്കെ, അതാണ് ഹോൾഡർ മെത്തേഡ്. ക്ലിയർ അല്ലേ? 63-66 ഡിഗ്രി സെൽഷ്യസ് ഫോർ അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ്. 30 മിനിറ്റ്സ് അതിനെ ഹീറ്റ് ചെയ്തിട്ട് ദെൻ സഡൻലി ക്വിക്ക്ലി കൂൾഡ് ടു 5 ഡിഗ്രി സെൽഷ്യസ്. 5 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂൾ ചെയ്യുന്ന പ്രോസസ്സാണ് ഹോൾഡർ മെത്തേഡ്. ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ഫോർ സ്മോൾ ആൻഡ് റൂറൽ കമ്മ്യൂണിറ്റീസ്. എന്നാൽ ഹ്യൂജ് ലെവലിൽ ചെയ്യുന്നത് ഇവിടെ HTST മെത്തേഡാണ്. ഹോട്ട് മെത്തേഡല്ല, HTST മെത്തേഡാണ്. ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഷോർട്ട് ടൈം മെത്തേഡ്. ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഷോർട്ട് ടൈം മെത്തേഡ്. ഹിയർ milk is rapidly heated to temperature of nearly 72 degrees Celsius. നേരത്തെ 63 to 66 degree Celsius ആയിരുന്നു. Here temperature is given up to 72 degree Celsius. Okay, then after that it held at that temperature for not less than 50 seconds only. നേരത്തെ പറഞ്ഞത് up to 30, at least 30 minutes ആണ്. ഇവിടെ only for 15 seconds. Okay, they keep at a temperature of nearly 72 degrees Celsius for not less than 15 seconds. 15 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ആഫ്റ്റർ ദാറ്റ് they rapidly cool to 4 degrees Celsius. പെട്ടെന്ന് തണുപ്പിക്കുന്നു. അപ്പോൾ 72 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഒരു 15 സെക്കൻഡ് മാത്രം
വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇങ്ങനെ 15 സെക്കൻഡ് മാത്രമായിട്ട് 70 ഡിഗ്രി സെൽഷ്യസ് ഒന്ന് പെട്ടെന്ന് കൂൾ ചെയ്യുക, അതൊക്കെ അത്ര ഈസി ആയിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള സംഭവമല്ല. പക്ഷേ പാസ്ചറൈസേഷൻ്റെ അത്ര പ്രോപ്പറില്ലാത്ത പാസ്ചറൈസേഷൻ വീടുകളിൽ ചെയ്യാറുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് നൗ ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡ്. ഇൻസ്ട്രുമെൻ്റ് വെച്ച് ചെയ്യുന്ന പരിപാടിയാണ്. 70 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കിയ ശേഷം അതും എത്ര സെക്കൻഡ് മാത്രം, 15 സെക്കൻഡ് മാത്രം. ദെൻ rapidly cool to 4 degrees Celsius. This is a process called HTST method. HTST method. Okay, HTST method, that means high temperature and short time method. High temperature and short time method. UHT method. This is ultra high temperature method. UHT method, also it's a abbreviation of ultra high temperature method. Ultra high temperature method. Okay, here ultra high temperature is applied for heating between 135 to 150 degree Celsius. 135 150 എന്ന് പറയുമ്പോൾ മോർ ദാൻ ദ ബോയിലിംഗ് ടെമ്പറേച്ചർ. ബോയിലിംഗ് ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് അൾട്രാ ഹൈ ടെമ്പറേച്ചർ ആണ് കൊടുക്കുന്നത് 135 to 150 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 to 2 seconds. ആദ്യം പറഞ്ഞ 30 മിനിറ്റ്സ് ആയിരുന്നു, പിന്നെ പറഞ്ഞ് 15 സെക്കൻഡ് ആണ്. ഇത് ഓൺലി ഫോർ 1 to 2 സെക്കൻഡ്. ഒരു ഹൈ ടെമ്പറേച്ചർ 1 to 2 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ടക്ക് കഴിഞ്ഞു, സമയം കഴിഞ്ഞു. ആകെ 2 സെക്കൻഡ് എന്ന് പറയുമ്പോൾ അത്രേ ഉള്ളൂ. ആ ഒരു സമയത്തേക്ക് ഹൈ ടെമ്പറേച്ചർ 135 to 150 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കുകയാണ്. ആൻഡ് ഓൾസോ റാപ്പിഡ്ലി കൂൾഡ് ആൻഡ് ബോട്ടിൽഡ് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. വളരെ ഫാസ്റ്റായിട്ട് ഹീറ്റ് ചെയ്യുന്നു, വളരെ ഫാസ്റ്റായിട്ട് കൂൾ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സാണ് UHT മെത്തേഡ്, അൾട്രാ ഹൈ ടെമ്പറേച്ചർ മെത്തേഡ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് പാക്ക് ചെയ്യുന്നു ആൻഡ് ബോട്ടിൽഡ് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. ഇതിനൊരു അഡ്വാൻറ്റേജ് പറയുന്നത് UHT മിൽക്ക് ക്യാൻ കീപ് ഫോർ 9 months വിതൗട്ട് റെഫ്രിജറേഷൻ. ഫ്രിഡ്ജിലൊന്നും വയ്ക്കാതെ 9 മാസം വരെ ആ ബോട്ടിൽ ടൈറ്റായിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ 9 മാസം വരെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും അത്രേ ഈ UHT മെത്തേഡ് വഴിയായിട്ട് പാസ്ചറൈസ് ചെയ്യുന്ന മിൽക്ക്. ഓക്കെ, UHT മെത്തേഡ് വെച്ചിട്ട് അൾട്രാ ഹൈ ടെമ്പറേച്ചർ മെത്തേഡ് വെച്ച് പാസ്ചറൈസ് ചെയ്യുന്ന മിൽക്ക് 9 മാസം വരെ ഇരിക്കും. നെക്സ്റ്റ്, ഇത്രയാണ് നമുക്ക് മിൽക്ക് ഹൈജീൻ പഠിക്കാനുള്ളത്. അപ്പോൾ മിൽക്ക് ഹൈജീനിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യത ഈ പാസ്ചറൈസേഷൻ മെത്തേഡാണ്. ഓക്കെ, സോ ആ 3 പാസ്ചറൈസേഷൻ മെത്തേഡ് കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ ബാക്ടീരിയകളുടെ ഈ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന ഓർഗാനിസത്തിൻ്റെ ആ ഒരു പേരും കാര്യങ്ങളൊക്കെ കുറച്ച് പേരുകളൊക്കെ പഠിച്ചു വയ്ക്കാം. അടുത്തത് മീറ്റ് ഹൈജീനാണ്. ദ ടേം മീറ്റ് ഇൻക്ലൂഡ് വേരിയസ് ടിഷ്യൂസ് ഓഫ് അനിമൽ ഒറിജിൻ. ഓക്കെ, മീറ്റ് എന്ന് പറയുമ്പോൾ പോത്തിൻ്റെയും ആടിൻ്റെയും എരുമയുടെയും ഒക്കെ മീറ്റ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നു. ഇറ്റ് ക്യാൻ ബി സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ if it is bad or not properly handled. മീറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഓർഗാനിസത്തിൽ നിന്ന് വരുന്ന അതിൻ്റെ ഇറച്ചിയാണ് അല്ലേ. അപ്പോൾ ഈ ഓർഗാനിസത്തിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആ ഇറച്ചിയിൽ ആ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ആ ഓർഗാനിസത്തിനെ പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഡിസീസ് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. മീറ്റ് ബോൺ ഡിസീസസ് ആർ യൂഷ്വലി ഡ്യൂ ടു, മീറ്റ് ബോൺ ഡിസീസ് ഉണ്ടാക്കുന്നത് വേംസ് മേജറായിട്ടുള്ള വേംസ് ദാറ്റ് കോസ് മീറ്റ് ബോൺ ഡിസീസസ് ആർ ടിനിയ സോളിയം, ടിനിയ സാജിനേറ്റ, ട്രിച്ചിനെല്ല സ്പൈറാലിസ്, ഫെസിയോള ഹെപ്പാറ്റിക്ക. ഓക്കെ, ടിനിയ സോളിയം, ടിനിയ സാജിനേറ്റ, ട്രിച്ചിനെല്ല സ്പൈറാലിസ്, ഫെസിയോള ഹെപ്പാറ്റിക്ക. ബാക്ടീരിയകൾ പ്രധാനമായിട്ടും ആന്ത്രാക്സ്, ആക്ടിനോമൈക്കോസിസ്, ട്യൂബർകുലോസിസ്, ഫുഡ് പോയ്സണിങ് ബാക്ടീരിയ. ഓക്കെ, അപ്പോൾ ആന്ത്രാക്സും ആക്ടിനോമൈക്കോസിസും ട്യൂബർകുലോസിസും ഒക്കെയാണ് ഇതിൽ നിന്ന് ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ആൾക്കാർ. നമ്മുടെ നാട്ടിലൊന്നും തീരെ പരിചയമില്ലാത്തൊരു സംഭവമാണ്. മീറ്റ് ഹൈജീൻ ഇമ്പോർട്ടൻ്റ് ആണ്. മീറ്റ് വളരെ പ്രോപ്പറായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യണം, വളരെ ക്ലീൻ ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നവർ പറയുന്നത്, മീറ്റ് ഇൻസ്പെക്ഷൻ നടത്തണം. മീറ്റിനെ അതിനെ ഒരു ഓർഗാനിസത്തിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിനെ ഇൻസ്പെക്റ്റ് ചെയ്ത് അതിനെ കൃത്യമായി ഒബ്സർവ് ചെയ്ത് അതിന് പ്രോബ്ലം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അതിനെ സ്ലോട്ടറിങ്ങിന് എടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ
സ്ലോട്ടർ ചെയ്ത ശേഷം പിന്നീടും ഒന്ന് ചെക്ക് ചെയ്യണം, അതിൻ്റെ ഫ്ലഷിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇൻസ്പെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഇൻസ്പെക്ഷൻ ഒന്നും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നടക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. The responsibility for making sure that the meat consumed by the public is hygienic rests on local governing bodies like municipalities and corporation. Okay, so municipalities and corporation have to do this meat inspection. മീറ്റ് ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടത്, പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും അത് ചെയ്യുന്നില്ല. അതിൽ 2 വിധത്തിലുള്ള ഇൻസ്പെക്ഷൻ ഉണ്ട്. ഒന്ന് ആൻറ്റി മോർട്ടം എക്സാമിനേഷൻ. ആൻറ്റി മോർട്ടം എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്ലോട്ടറിങ്ങിന് മുമ്പുള്ള എക്സാമിനേഷനാണ്. പിന്നെ പോസ്റ്റ് മോർട്ടം എക്സാമിനേഷൻ. സോ അനിമൽസ് ടു ബി സ്ലോട്ടേഡ് ആർ ഫസ്റ്റ് എക്സാമിൻഡ് ബൈ എ ക്വാളിഫൈഡ് വെറ്റിനറി സർജൻ. ഒരു വെറ്റിനറി സർജൻ വന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ എക്സാമിൻ ചെയ്യണം. ഇതിനെയാണ് ആൻറ്റി മോർട്ടം എക്സാമിനേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അറക്കാൻ പോകുന്ന പന്നി ആയിക്കോട്ടെ, പോത്തായിക്കോട്ടെ, ആടായിക്കോട്ടെ, അതിനാദ്യം കോഴി ആയിക്കോട്ടെ, അതിനെന്ത് ചെയ്യണം? ആദ്യം ഒരു വെറ്റിനറി സർജൻ വന്നിട്ട് അതിനെ ചെക്ക് ചെയ്തിട്ട് അതിന് ഡിസീസൊന്നും ഇല്ല എന്ന് സർട്ടിഫൈ ചെയ്യണം. ഓക്കെ, സോ ഡിസീസ്ഡ് ആൻഡ് സിക്ക് അനിമൽസ് ആർ എക്സ്ക്ലൂഡഡ്. ഹെൽത്തി അനിമൽസ് ആർ പാസ്ഡ് ഫോർ സ്ലോട്ടർ. ഓൺലി ഹെൽത്തി അനിമൽസ് ആർ സെലക്റ്റഡ്. ഡിസീസ്ഡ് അനിമൽസ് ആർ എക്സ്ക്ലൂഡഡ്. അപ്പോൾ ആൻറ്റി മോർട്ടം റിജക്ഷൻസ് നടത്താറുണ്ട്. ഓക്കെ, ആൻറ്റി മോർട്ടം റിജക്ഷൻസ് നടത്തുന്നത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിസീസുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ സിക്നെസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ വെറ്റിനറി സർജൻ വന്നിട്ട് അതിനെ ഒഴിവാക്കും. ബാക്കിയുള്ളതിന് മാത്രമേ. ചിലപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാർക്ക് വമ്പൻ നഷ്ടമായിരിക്കും. അവരൊരു പോത്തിനെ എവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്നു, അതിനെ ചെക്ക് ചെയ്തിട്ട് ആ ചെക്ക് ചെയ്യുന്ന ആൾക്ക് കൊടുക്കുന്ന ഒരു തുക വെറ്റിനറി സർജനല്ലേ വരുന്നു. ഗവൺമെൻറ് സിസ്റ്റത്തിലാണ്, ഗവൺമെൻറ്റിന് അത് വലിയ ബാധ്യതയായിരിക്കും. അപ്പോൾ അതുകൊണ്ടൊന്നും ഇതൊന്നും ചെയ്യാറില്ല. ഓക്കെ, എമാസിയേഷൻ അബ്നോർമൽ തിന്നസ് കോസ്ഡ് ബൈ ലാക്ക് ഓഫ് ന്യൂട്രീഷൻ ഓർ ബൈ ഡിസീസ്, ട്യൂബർക്കുലോസിസ്, പ്രഗ്നൻസി, ഡയേറിയ, ഫെബ്രൈൽ കണ്ടീഷൻ. ഓക്കെ, ഷീപ്പ് പോക്സ്, ഫുട്ട് റോട്ട്, ബ്രുസെല്ലോസിസ്, ഇങ്ങനെയുള്ള ഡിസീസുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിസീസ്, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കും. അത്രേ ഉള്ളൂ ആൻറ്റി മോർട്ടം റിജക്ഷൻ. അടുത്ത് പോസ്റ്റ് മോർട്ടം ഇൻസ്പെക്ഷൻ. സൂൺ ആഫ്റ്റർ സ്ലോട്ടർ. സ്ലോട്ടറിങ്ങിന് ശേഷം ഉടനടി എക്സാമിൻ ചെയ്യുന്നതാണ് പോസ്റ്റ് മോർട്ടം ഇൻസ്പെക്ഷൻ. ഏതെങ്കിലും ഒന്ന് നടത്തിയാൽ തന്നെ നല്ലതായിരുന്നു. 2 നമ്മുടെ നാട്ടിൽ നടത്താറില്ല. ഓക്കെ, ഇവിടെ സിസ്റ്റിസെർക്കസ് ബോവീസ്, ലിവർ ഫ്ലൂക്ക്, ട്യൂബർക്കുലോസിസ്, ഇൻഫെക്ഷൻ ഓഫ് ലിവർ ആൻഡ് ലങ്സ് ആർ ഫൗണ്ട്, ദ മീറ്റ് ഈസ് റിജക്റ്റഡ്. അപ്പോൾ ബോഡിയുടെ ഉള്ളിൽ ബോഡി പൊളിച്ച് അതിൻ്റെ ഉള്ളിലുള്ള വരാൻ സാധ്യതയുള്ള വേംസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നു. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യുന്നു. ഒരു പോസ്റ്റ്മോർട്ടം റിജക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. ഒരു പോത്തിനൊക്കെ വാങ്ങിയിട്ട് അറുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചെക്ക് ചെയ്തിട്ട് ഇതിൽ ഈ പോത്ത് പ്രശ്നമാണ്, ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേംസ് ഉണ്ട്, ഇത് ഒഴിവാക്കി എന്ന് പറഞ്ഞൊരു പോത്തിനാണ് വെറുതെ കളയുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി, എന്ത് നഷ്ടമായിരിക്കും. ഓക്കെ, സോ സൈൻസ് ഓഫ് ഗുഡ് മീറ്റ്. ഒരു ഗുഡ് മീറ്റിൻ്റെ സൈനുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമുക്കൊരു നല്ല ഇറച്ചി തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഈ എടുത്തു വെച്ചിട്ടുള്ള ഇറച്ചികളൊന്നും പൊതുവേ ഇല്ല. കടകളിലൊക്കെ നമ്മൾ ഇറച്ചി അറുത്ത് കൊടുക്കുന്ന സ്ഥലങ്ങളിൽ തീരാറ് തന്നെയാണ് പതിവ്. ഒരു ദിവസം അവസാനം അത് തീർന്നിട്ടാണ് അവർ തിരിച്ചു പോകല്. അങ്ങനെ ഒരു ബാക്കി വരുന്ന ഒരു ബിസിനസ് പൊതുവേ അല്ല ഈ ഇറച്ചി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ചെറിയ ഷോപ്പിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ഞായറാഴ്ചകളിൽ മാത്രം അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. സൈൻ ഓഫ് ഗുഡ് മീറ്റ്. കളർ ഷുഡ് നോട്ട് ബി പെയിൽ പിങ്ക് ഓർ ഡീപ്പ് പർപ്പിൾ. ഓക്കെ, അങ്ങനെ ഡീപ്പ് പർപ്പിൾ കളറോ പെയിൽ പിങ്ക് കളറോ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ അത് കേട് വന്നിട്ടുണ്ടാവാം. പിന്നെ ടച്ച് മീറ്റ് എന്തായിരിക്കണം? മീറ്റ് ഷുഡ് ബി ഫേം ആൻഡ് ഇലാസ്റ്റിക് ടു ടച്ച്. മീറ്റ് ഷുഡ് ബി ഫേം ആൻഡ് ഇലാസ്റ്റിക് ടു ടച്ച്. പിന്നെന്താ, അത് ഇങ്ങനെ വഴുവഴുന്ന് വളരെ ഗ്രീസി ആയിട്ട് സ്ലൈമി ആയിട്ട് കാണണമെങ്കിൽ അത് കേടുവന്ന് തുടങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ വളരെ ഇലാസ്റ്റിക് ആയിട്ട് ഫേം ആയിട്ടിരിക്കുമ്പോൾ അത് നല്ല ക്ലിയർ മീറ്റാണ്, വലിയ അഴുകലൊന്നും ആയിട്ടില്ല എന്നർത്ഥം. പിന്നെ ഓർഡർ. നമുക്കറിയാം ഇറച്ചിയുടെ ഒരു സ്മെല്ല്, അറുത്തിട്ട് നമ്മൾ കടയിൽ പോയി വാങ്ങുന്ന സമയത്ത് ഇറച്ചിയുടെ സ്മെല്ല് വലിയ പ്രശ്നമുള്ള സ്മെല്ലൊന്നല്ല. നമുക്കൊക്കെ വലിയ കുഴപ്പമുള്ള സ്മെല്ലല്ല. ചിലവർക്ക് അത് ഇഷ്ടമായിരിക്കും, ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല.
എന്നാലും പൊതുവേ അതൊരു ഇഷ്ടക്കുറവ് ഉണ്ടാക്കുന്നൊരു സ്മെല്ലല്ല ഇറച്ചിയുടെ സ്മെല്ല്. പക്ഷേ അതേ സ്ഥാനത്ത് അത് ചീഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്മെല്ല് നമുക്കറിയാം. ഒരാൾക്കും അത് ഇഷ്ടപ്പെടാൻ പറ്റില്ല, ആ പരിസരത്ത് നിൽക്കാൻ പറ്റില്ല. സോ സ്മെല്ല് ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കാണാറുണ്ട്. ചിലപ്പോൾ ഈ ഇറച്ചി ഫ്രിഡ്ജിലൊക്കെ വാങ്ങി വെച്ച് ഫ്രിഡ്ജ് ചിലപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെ ഓഫാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ആ സ്മെല്ല് വരും, ആ ചീഞ്ഞ സ്മെല്ല് വരാറുണ്ട്. ചിലപ്പോൾ അത് എടുത്ത് കുക്ക് ചെയ്യുന്നവരുണ്ട്. എത്രയാണ് മീറ്റ് ഹൈജീനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്ത് ഫിഷ് ഹൈജീനാണ്. ഫിഷ് ഹൈജീനിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? സോ ഫിഷ് ഡീകമ്പോസസ് ക്വിക്ക്ലി ആഫ്റ്റർ ഡെത്ത്. ഫിഷ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നം തന്നെയാണ്. ബീഫും ചിക്കനൊന്നും നമുക്കങ്ങനെ അഴുകിയിട്ടോ കേടുവന്നിട്ടോ ഒന്നും കിട്ടുന്നില്ല. നമ്മൾ ഫ്രഷ് സാധനം തന്നെയാണ്, ഒരു പരിധി വരെ നമുക്ക് ഫ്രഷ് സാധനമാണ് കിട്ടുന്നത്. വലിയ പ്രശ്നമൊന്നും ഇല്ല. മീറ്റ് ഹൈജീനിക്കാണ് കിട്ടുന്നതൊക്കെ. പക്ഷേ ഫിഷിൻ്റെ കേസ് അങ്ങനെയല്ല. വളരെ ചീഞ്ഞ് നാറിയ ഫിഷ് വരെ നമ്മൾ വാങ്ങിക്കൊണ്ടുപോലുണ്ട്. അത് കുക്ക് ചെയ്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കലൊക്കെ ഉണ്ട്. പലപ്പോഴും ചീഞ്ഞ ഫിഷാണ് കിട്ടുക. അതല്ലെങ്കിൽ വിഷം ഇട്ട് അങ്ങനെ ഒരു കൊല്ലം 2 കൊല്ലം കഴിഞ്ഞാലും ചെയ്യാതിരിക്കുന്ന ഫിഷാണ് കിട്ടുക. ഈ 2 വെറൈറ്റിയാണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത്. സോ ഫിഷ് ഡീകമ്പോസസ് ക്വിക്ക്ലി ആഫ്റ്റർ ഡെത്ത്. The production of safe and quality fish and fishery product requires effective hygienic practice. Okay, throughout the food chain from fish harvest to consumption. ഫിഷിനെ കളക്ട് ചെയ്ത് മുതൽ അതിനെ കൺസ്യൂം ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ഹൈജീനിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ ഫിഷ് ഹൈജീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊന്നും ഇന്നത്തെ കാലത്ത് ആരും ചെയ്യാത്തതാണ്, പോസിബിൾ അല്ലാത്തതാണ്. ഇതൊക്കെ പ്രശ്നം ഉടായ്പകൾ കാണിക്കുന്നവരുണ്ട്. പിന്നെ അല്ലാതെ ഇതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാക്സിമം വരുന്നതുകൊണ്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്. സോ ഫിഷ് ഹൈജീനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഓൾ ടൈപ്പ് ഓഫ് കണ്ടാമിനേഷൻ ഷുഡ് ബി അവോയ്ഡഡ്. ഇപ്പോൾ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടായാലോ അതിലുപയോഗിക്കുന്ന വല, മറ്റുള്ള സാധനങ്ങൾ, മറ്റുള്ള സാമഗ്രികൾ, പാത്രങ്ങൾ, ഓക്കെ, അതിനെ പിടിച്ചു കൊണ്ടുവന്ന് കച്ചവടം നടത്തുന്ന സ്ഥലത്ത് വൃത്തി, വെടിപ്പ്, പിന്നെന്താ അത് കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓൾ ടൈപ്പ് ഓഫ് കണ്ടാമിനേഷൻ ഷുഡ് ബി അവോയ്ഡഡ്. ക്ലീനിങ് ഓഫ് യുട്ടൻസിൽസ് ആൻഡ് ചോപ്പിംഗ് ബോർഡ്സ്. ഓക്കെ, ചോപ്പിംഗ് ബോർഡ്, അതിനെ കട്ട് ചെയ്യുന്ന ബോർഡ്, പിന്നെ പാത്രങ്ങൾ, ഇതൊക്കെ വളരെ ക്ലീൻ ആയിരിക്കണം. പിന്നെ സർഫസ് ആൻഡ് മെറ്റീരിയൽ ഇൻ പർട്ടിക്കുലർ ദോസ് ഇൻ കോണ്ടാക്ട് വിത്ത് ഫിഷ് ഷുഡ് ബി നോൺ ടോക്സിക്. വളരെ കൃത്യമായിട്ട് നോൺ ടോക്സിക് ആയിട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. പിന്നെ അവൈലബിലിറ്റി ഓഫ് സൂറ്റബിൾ ഫെസിലിറ്റീസ് ഫോർ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് അതർ കൺട്രോൾസ്. പിന്നെ പേഴ്സണൽ ക്ലീൻനെസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അക്സസിബിലിറ്റി ഓഫ് പേഴ്സണൽ ഹൈജീൻ ഫെസിലിറ്റീസ് ആൻഡ് ടോയ്ലറ്റ്സ് ആൻഡ് പോർട്ടബിൾ വാട്ടർ സപ്ലൈ, ഇതൊക്കെ ഉണ്ടാവണം. പിന്നെ പ്രോപ്പർ ഹാൻഡ് വാഷിംഗ് നമുക്ക് എല്ലായിടത്തും എഴുതാം. ഹാൻഡ് വാഷിംഗ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ പ്രൊവൈഡ് എൻവയോൺമെൻറ്റ് വിച്ച് എഫക്റ്റീവ്ലി കൺട്രോൾസ് ദ ഗ്രോത്ത് ഓഫ് പാത്തോജനിക് ഓർ സ്പോയിലേജ് മൈക്രോ ഓർഗാനിസം ആൻഡ് പെസ്റ്റ്. വളരെ പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആ പ്രദേശമൊക്കെ സ്മെല്ലുണ്ടാവും, അവിടെയൊക്കെ ബാക്ടീരിയ ഉണ്ടാവും, മൈക്രോ ഓർഗാനിസം ഉണ്ടാവും. ഓക്കെ, പിന്നെ എഫക്റ്റീവ് മെയിൻ്റനൻസ് ആൻഡ് സാനിറ്റേഷൻ സിസ്റ്റം ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ്. പിന്നെ എഫക്റ്റീവ് പെസ്റ്റ് കൺട്രോൾ സിസ്റ്റം ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. മീനിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കണം. പിന്നെ ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ മെഷേഴ്സ് ഷുഡ് ബി ടേക്കൺ ടു പ്രൊട്ടക്ട് ഫുഡ് ഫ്രം പൊട്ടൻഷ്യൽ സോഴ്സസ് ഓഫ് കണ്ടാമിനേഷൻ ഓർ ഡാമേജ്. സോ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. മെഷേഴ്സ് ഷുഡ് ബി ടേക്കൺ ടു പ്രൊട്ടക്ട് ഫുഡ് ഫ്രം പൊട്ടൻഷ്യൽ സോഴ്സസ് ഓഫ് കണ്ടാമിനേഷൻ ഓർ ഡാമേജ്. Another fish can be the carrier of the following infection. പല രോഗങ്ങളും പല രോഗാണുക്കളും നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യുന്നതിന് ഫിഷ് വഴി എൻ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഡിബോത്രിയോസെഫാലസ് ലാറ്റസ്, ടാപ്പ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യാം ഫിഷ് വഴിയായിട്ട്. വിബ്രിയോ പാരാഹീമോലൈറ്റിക്കസ്, സാൽമോണല്ല സ്പീഷീസ്, ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം ടൈപ്പ്, ഇതൊക്കെ ഫിഷ് വഴിയായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യാൻ സാധ്യതയുള്ളതാണ്. പിന്നെ ഷെൽ ഫിഷ് വഴിയായിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള 2 ആൾക്കാരാണ് സിവേജ് ബാക്ടീരിയ ആൻഡ് വൈറസസ്. ഓക്കെ, സോ മേ ഗെറ്റ് കോൺസെൻട്രേറ്റഡ് ഇൻ ഷെൽ ഫിഷ് സച്ച് ആസ് ഓയിസ്റ്റേഴ്സ്. ഇപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇനി സൈൻ ഓഫ് ഫ്രഷ് ഫിഷസ്. ഒരു ഫ്രഷ് ഫിഷിനെ ഫ്രഷ് അല്ലാത്ത ഫിഷിനെ എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നമ്പർ 1 എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റിഫ്നെസ് നോക്കണം. ഫ്രഷ് അല്ല എന്നുണ്ടെങ്കിൽ, ചീഞ്ഞ ഫിഷാണെന്നുണ്ടെങ്കിൽ തൊടുമ്പോൾ ഇങ്ങനെ ഞെങ്ങും, അളിയും.
ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ കൈ ഇങ്ങനെ താന്നു പോണ പോലെ ഉണ്ടാവും. മറ്റത് സ്റ്റിഫായിട്ടിരിക്കും. ഓക്കെ, ഇറ്റ് മസ്റ്റ് ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് സ്റ്റിഫ്നെസ് ഓർ റിഗർ മോർട്ടിസ്. ഓക്കെ, റിഗർ മോർട്ടിസിലായിരിക്കണം, വളരെ സ്റ്റിഫായിട്ടിരിക്കണം. അത് ഏത് ജീവിയും ഹ്യൂമൻ ബീയിങ് ഉൾപ്പെടെ മരിച്ചു കഴിഞ്ഞാൽ ഒരു വടിയായിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവും. നല്ല സ്റ്റിഫായിട്ടിരിക്കും നമ്മുടെ ബോഡി. അപ്പോൾ കയ്യും കാലൊക്കെ നിർത്തി വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇരിക്കും, പിന്നെ മടക്കാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ റിഗർ മോർട്ടിസ് എന്ന് വിളിക്കുക. അത് കുറച്ച് നേരത്തേക്ക് നിൽക്കും. മനുഷ്യൻ്റെ കേസിലൊക്കെ 2-3 ദിവസത്തോളം നിൽക്കും. അപ്പോൾ എല്ലാ ഓർഗാനിസത്തിനും ഈ റിഗർ മോർട്ടിസ് ഉണ്ട്. അപ്പോൾ റിഗർ മോർട്ടിസ് കഴിഞ്ഞാൽ പിന്നെ ഡീക്കേ തുടങ്ങും. ഹ്യൂമൻ ബീങ് ആയാലും റിഗർ മോർട്ടിസിൻ്റെ ടൈം പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ഡീക്കേ തുടങ്ങും. ബാക്ടീരിയകളൊക്കെ അറ്റാക്ക് ചെയ്തിട്ടാണ് റിഗർ മോർട്ടിസ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ റിഗർ മോർട്ടിസ് ഉള്ള ടൈമിൽ അത് ഫ്രഷ് ആയിരിക്കും. അപ്പോൾ ആ സ്റ്റിഫ്നെസ് ഉണ്ടാവണം, ആ റിഗർ മോർട്ടിസ് സ്റ്റേജിലായിരിക്കണം ഫിഷ്. പിന്നെ ഗിൽസ് മസ്റ്റ് ബി ബ്രൈറ്റ് റെഡ് ഇൻ കളർ. അതിൻ്റെ ചെകിളപ്പൂക്കൾ പൊന്തിച്ച് നോക്കാറുണ്ട് സാധാരണ. അത് ചുമപ്പ് കളർ അല്ല എന്നുണ്ടെങ്കിൽ അത് ഒന്ന് ചിലപ്പോൾ പുറത്തെ കാണുമ്പോൾ നല്ല ഭംഗി പോലെ തോന്നും. പക്ഷേ ചെകിള നോക്കുന്ന സമയത്ത് അത് നല്ല ഒരു ഇരുണ്ട ഒരു റെഡ് കളറോ അങ്ങനെ ഡാർക്കായിട്ടുള്ള റെഡ് കളറൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ ഒരു റോസ് കളറൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവും. സോ ഗിൽസ് മസ്റ്റ് ബി ബ്രൈറ്റ് റെഡ് ഇൻ കളർ ആയിരിക്കണം. ദ ഐസ് മസ്റ്റ് ബി ക്ലിയർ ആൻഡ് പ്രോമിനൻറ്റ്. കണ്ണൊക്കെ ചിലപ്പോൾ ആകെ അലിഞ്ഞ് വിളിഞ്ഞ് എടുക്കുന്നുണ്ടാവും ഈ മീനിൻ്റെ. കണ്ണ് ക്ലിയർ ആയിരിക്കണം. പിന്നെ സ്മെല്ല് വളരെ കുറവായിരിക്കും, ചെറിയൊരു സ്മെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെയാണ് ഫ്രഷ് ഫിഷസിൻ്റെ സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ടിൻ ഫിഷ് സാധാരണ ഫ്രഷ് ഫിഷ് കൂടാതെ ടിന്നിലാക്കി വരുന്ന ഫിഷ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ടിൻ മസ്റ്റ് ബി ഫ്രം ഫ്രഷ് സ്റ്റോക്ക്. ഇത്ര കാലാവധിയൊക്കെ എക്സ്പയറി ഡേറ്റ് ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും. ഒരുവിധം അത് അനുസരിച്ച് തന്നെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യണം, ഫ്രഷ് സ്റ്റോക്ക് ആണോ നോക്കണം. പിന്നെ ടിൻ ഷുഡ് നോട്ട് ഹാവ് ബീൻ ടാമ്പേർഡ്. എവിടെയെങ്കിലും പൊട്ടിയിട്ടിരിക്കാം, ഒരു ഓപ്പൺ ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. വളരെ ടൈറ്റായിട്ട് പാക്ക് ചെയ്തായിരിക്കണം. ഓക്കെ, പിന്നെ ഷെയ്ക്കിങ് സമയത്ത് സൗണ്ട് വരാൻ പാടില്ല. അങ്ങനെ സൗണ്ട് വരുമ്പോൾ അതിനർത്ഥം എന്താ? അപ്പോൾ അതിന് ഇളകുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു എഫക്റ്റിനെ അത് ബാധിക്കുക. അത് ടൈറ്റായിട്ട് അനങ്ങാതിരിക്കുമ്പോഴാണ് അത് ക്ലിയറായിട്ട് വേറെ ഇൻഫെക്ഷനോ വേറെ ഒരു പ്രശ്നങ്ങളോ ഇല്ലാതെ ഇരിക്കുക. ഓക്കെ, ഓൺ ഓപ്പണിംഗ് ദ ടിൻ ദ കണ്ടന്റ് ഷുഡ് നോട്ട് ബി ബ്ലോൺ ഔട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫിഷിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എഗ് ഹൈജീനാണ്. എഗ് ഹൈജീൻ അടുത്ത ക്ലാസ്സിലെടുക്കാം.